ഇപ്പോൾ ഇവർ പറയുന്നത് MSCക്ക് മൊണോപ്പൊളി കിട്ടും, MSC കമ്പനിക്ക്. അത് നമുക്കങ്ങ് വിശ്വസിക്കാം. MSCയുടെ മൊണോപ്പൊളിയാണെന്ന് വെച്ചു. അതുകൊണ്ട് എന്ത് വരാനാണ്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ല, അത് എല്ലാവർക്കും കയറി വരാവുന്ന പോർട്ട്. ശരി, അങ്ങനെയാണ് നിങ്ങൾ വിഭാവനം ചെയ്തത്. ഇപ്പോൾ MSC മാത്രം കയറി. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം നടക്കുകയാണെങ്കിൽ അത് പോരെ. ഞാനൊരു കട തുറന്ന് വെച്ചു. എനിക്ക് ഡെയിലി ഒരു 2000 രൂപയുടെ കച്ചവടം വേണം. ഈ 2000 രൂപയുടെ കച്ചവടം വായിജിത്ത് എനിക്ക് തരുമെങ്കിൽ എനിക്കെന്താ കുഴപ്പം? അല്ല, വായിജിത്ത് മാത്രമായാൽ ശരിയാവില്ല, വേറെ ആരെങ്കിലും കൂടെ വേണം. എന്തിന്? എൻ്റെ 2000 രൂപയുടെ കച്ചവടം നടക്കുന്നില്ലേ അഷ്യൂർഡായിട്ട്? ദെൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എനിക്കത് മനസ്സിലാവണില്ല. കുത്തകയായി പോവും. ആയിപ്പോട്ടെ, കുത്തകയായാലെന്താ? എനിക്ക് എന്തിനാ? ഇനി മറ്റുള്ള കപ്പലുകൾക്ക് ഇവിടെ സ്ഥലമില്ലാത്തതാണ്. വല്ലാർപാടത്തിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ മൊബൈൽ എടുത്തിട്ട് ഗ്രോക്കിനോട് ചോദിക്കുക, അല്ലെ ജെമിനയോട് ചോദിക്കുക, വല്ലാർപാടത്ത് ഒരു ദിവസം ശരാശരി എത്ര കപ്പൽ വരുന്നുണ്ട്? ഉത്തരം കിട്ടും 1.8 to 2. 2 കപ്പലെന്ന് വെച്ചു. വിഴിഞ്ഞത്ത് 1000 കപ്പൽ വന്ന് ആഘോഷം നടന്നില്ല 2 വർഷം കൊണ്ട്. 2 വർഷത്തിനിടയിൽ 1000 കപ്പലുകൾ വന്ന ആദ്യത്തെ തുറമുഖം എന്നൊക്കെ പറയും. എന്ത് വാങ്ങിക്കോട്ടെ, ശരാശരി എത്രയുണ്ട് ഒരു ദിവസം? 1 point something, ഇത്രയല്ലേ ഉള്ളൂ. 365 + 365 730. 730 ദിവസത്തിൽ 1000 കപ്പലെന്ന് പറയുമ്പോൾ ഒരു ദിവസം 1.something കപ്പൽ. ഇതാണ് വായിജത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തൂടെ ദിവസം ഒരു ബസ് പോകുന്നു എന്ന് വെച്ചോ. വായിജത്ത് എന്ത് പറയും? ഞാൻ ചോദിക്കുകയാണ്, ബസ്സൊക്കെ ഉണ്ടോ വായിജത്ത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബസ് വരും. ഇതാണ് വിഴിഞ്ഞത്തെപ്പറ്റി ഞാൻ പറഞ്ഞ കമൻറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കപ്പൽ വരും. എന്തൊരു ബഹളമാണെന്നറിയാം. എന്നെ വികസന വിരുദ്ധൻ, വിഴിഞ്ഞം വിരുദ്ധൻ, ഇയാൾ വല്ലാർപാടം പ്രോജക്റ്റിൻ്റെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വെച്ചിട്ട് മാതൃഭൂമി പത്രത്തിൽ ലേഖനം എഴുതിയവനാണ് ഞാൻ. ആ ലേഖനം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലെ ട്രേഡ് യൂണിയൻകാർ അവരുടെ നോട്ടീസ് ബോർഡിൽ ഇട്ടു. ആ നോട്ടീസ് ബോർഡിൽ ഇട്ട ആളെ കൊച്ചിൻ പോർട്ട് സസ്പെൻഡ് ചെയ്തു. കാര്യം എന്താണെന്ന് പറയുക, കൊച്ചിൻ പോർട്ടിൻ്റെ അടിവാരി കൊണ്ടുപോവുകയാണ് വല്ലാർപാടം. കൊച്ചി തുറമുഖം എന്ന് പറഞ്ഞ് നമുക്ക് തുറമുഖമുണ്ടല്ലോ, പിന്നീടല്ലേ വല്ലാർപാടം വന്നത് അതിൻ്റെ വടക്കുവശത്ത്. കൊച്ചി പോർട്ട്, അതിന് പേര് പിന്നെ രാജീവ് ഗാന്ധി പോർട്ട് എന്നാക്കി. രാജീവ് ഗാന്ധി പോർട്ടിലെ കണ്ടെയ്നർ ബിസിനസ് മുഴുവൻ വല്ലാർപാടത്തേക്ക് മാറ്റാൻ ധാരണയായി. ഞാൻ പറഞ്ഞു, പിന്നെ ഈ കൊച്ചിൻ പോർട്ട് എന്തിനാണ് കണ്ടെയ്നർ ബിസിനസ് നടത്താൻ പറ്റില്ല? പണ്ട് കണ്ടെയ്നർ ഉണ്ടായിരുന്നില്ല, ലൂസായിരുന്നില്ല. പിന്നീടാണ് കണ്ടെയ്നർ ടെക്നോളജി വരുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നർ രാജീവ് ഗാന്ധി തുറമുഖത്ത് വേണ്ട എല്ലാം വല്ലാർപാടത്തിന് കൊടുത്തേക്ക്. കാരണം വല്ലാർപാടത്ത് ബിസിനസ് നടക്കുന്നില്ല, അത് അവർക്ക് കൊടുത്തു. പിന്നെ കൊച്ചിൻ പോർട്ടിൽ ബാക്കിയുള്ളത് നമ്മുടെ ഫെർട്ടിലൈസർ, ഗന്ധകം, ഇതുപോലെ ചൊരിചരക്ക് എന്ന് മലയാളത്തിൽ പറയും. ചൊരിഞ്ഞ് കിടക്കുന്ന ചരക്ക്. ഇതാണ് രാജീവ് ഗാന്ധി ടെർമിനൽ കൈകാര്യം. കൊച്ചിൻ മാത്രമല്ല, വല്ലാർപാടത്തിന് ഡ്രഡ്ജ് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനാണ്. ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ചെളി അടിയുമ്പോൾ അത് മാറ്റി കൊടുക്കേണ്ട ജോലി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ബിസിനസ്സും കൊണ്ട് വല്ലാർപാടം പോവുകയും ചെയ്തു. ഇങ്ങനെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനെ അടിയെ വറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വല്ലാർപാടം. ഇത് അന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാർപാട വിരുദ്ധനായിരുന്നു. ഈ വിഴിഞ്ഞത്ത് ഇങ്ങനെ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ വിഴിഞ്ഞം വിരുദ്ധനാകും. ഇതൊക്കെ സത്യമാണെന്ന്. ഈ പ്രോജക്റ്റ് തുടക്കത്തിൽ നഷ്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. ആ ഗ്യാപ്പ് ഫണ്ട് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഏത് കണ്ടീഷനിൽ? കേരള സർക്കാർ ഇത് തിരിച്ചു കൊടുക്കുമെന്നുള്ള കണ്ടീഷനിൽ. കാരണം ഒറിജിനലി കേരള സർക്കാരാണ് ഈ പ്രോമിസ് കൊടുക്കുന്നത്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഞങ്ങൾ എടുത്തോളാം. പക്ഷേ നമ്മുടെ കയ്യിൽ കാശില്ല. അപ്പോൾ കേന്ദ്രത്തോട് പറഞ്ഞു, ചേട്ടൻ കൊടുക്കും, ഞാൻ പിന്നെ തരാൻ ചേട്ടൻ. ചേട്ടൻ കൊടുത്തു, ഇനി അപ്പോൾ തിരിച്ചു പിടിക്കും, എനിക്കറിഞ്ഞുകൂടാ. എപ്പോഴെങ്കിലും ചിലപ്പോൾ റിസർവ് ബാങ്ക് ഇത് ലോണാണെന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ചാൽ അതുമായി. ഏതായാലും വലിയ കാശില്ല, 800 കോടിയോ മറ്റോ ഉള്ളൂ. ബട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നിങ്ങളൊരു പ്രോജക്റ്റിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം ആ പ്രോജക്റ്റ് നഷ്ടത്തിലാണെന്ന്.